ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗോവൻ ഡിഷായ ചിക്കൻ വിന്താലുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ വിന്താലു ഉണ്ടാക്കുവാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂട്ട് അരച്ചെടുക്കണം. അതിനായി ആദ്യം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 12 അല്ലി വെളുത്തുള്ളി, 11 കാശ്മീരി മുളക്, 2 ഏലക്കായ, 1 തക്കോലം, ചെറിയ പീസ് കറുവപ്പട്ട, 2 ഗ്രാമ്പൂ, അല്പം വിനീഗർ. ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് അരച്ചെടുക്കാം. മസാലക്കൂട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിന്താലു റെഡിയാക്കാനായി തുടങ്ങാം. അതിനായി ചൂടായിരിക്കുന്ന പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായി അല്പം ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച മസാലയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറുന്നവരെ വഴറ്റിയെടുക്കണം. മസാല അരച്ചെടുത്ത പാത്രത്തിൽ അല്പം വെള്ളമൊഴിച്ച് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വന്നം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ചിക്കൻ മസാലയിൽ കിടന്ന് ഒരു 10 മിനിറ്റ് വേവട്ടെ. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചിക്കൻ 10 മിനിറ്റ് മസാലയിൽ കിടന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അല്പം പഞ്ചസാര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം വിനീഗർ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ഗോവ സ്റ്റൈൽ ചിക്കൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലെയിൻ ബസ്മതി റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബായ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗോവൻ ഡിഷായ ചിക്കൻ വിന്താലുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം.